എന്താ സംശയമുള്ളത്? BJP ഉറപ്പായിട്ടും ഈ രാജ്യത്തെ വിഴുങ്ങാൻ പോവുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം കരുത്തുറ്റ ഒരു പ്രതിപക്ഷം ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് ഈ കേരളത്തിലും ദേശീയ തലത്തിലും ഇപ്പോഴും ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയനാണ്. ആലോചിച്ച് നോക്കൂ, നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച രാഹുൽ ഗാന്ധി എനിക്ക് പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ എന്താണ്? പരിശോധിക്കപ്പെടേണ്ടതല്ലേ? മമതാ ബാനർജിയെ സംബന്ധിച്ചിട്ട് മമതാ ബാനർജിക്ക് തന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ BJPക്ക് സറണ്ടർ ചെയ്യാതെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയം ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ മമതാ ബാനർജി യാതൊരു ഉപാധികളും കൂടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് മാറണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിക്കണം. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തുള്ള മൊണ്ണകൾ ഈ പറഞ്ഞ മമതാ ബാനർജിയെ പോലെയുള്ള ഒരു നേതാവിനെ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സമാജ്വാദി പാർട്ടിയിൽ ഒരു പ്രശ്നം ഉടലെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കള്ളപ്പണം വെളുപ്പിക്കൽ കൂടാതെ തന്നെ ഗോമതി റിവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം വളരെ ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. EDയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ തങ്ങളുടെ വരുതിയിലാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കോർപ്പറേഷൻ ബോർഡ് ചെയർമാൻമാരെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ദീപാദാസ് മുൻഷിയെ കേരളത്തിലേക്ക് അയക്കുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി കേരളത്തിലെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം നമുക്ക് ദേശീയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം എന്ന് പറയുന്ന മണ്ടത്തരം അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ലേ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. നമസ്കാരം. ഇന്ത്യയിൽ BJP വളർന്നതും പന്തലിച്ചതും എല്ലാം മറ്റു പാർട്ടികളിൽ നിന്ന് കഴിവുള്ള നേതാക്കളെ പണവും അധികാരവും സ്പേസും കൊടുത്ത് ഹൈജാക്ക് ചെയ്തും ഒരുവിധം പാർട്ടികളെ പിളർത്തിയും ചെറു പാർട്ടികളെ വിഴുങ്ങിയിട്ടൊക്കെയാണ്. ഇപ്പൊ കേരളത്തില് അങ്ങനെ ഏതെങ്കിലും പാർട്ടി BJPയുടെ റഡാറിൽ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പോ ബംഗാളില് തൃണമൂലിന്റെ അവസ്ഥ നമ്മൾ കണ്ടു. ഇപ്പം മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ അവസ്ഥ കാണുന്നു. ഇങ്ങനെ പോയാല് അധികം താമസിക്കാതെ രാജ്യം മൊത്തം BJP വിഴുങ്ങുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തില്ലേ? എന്താ സംശയമുള്ളത്? BJP ഉറപ്പായിട്ടും ഈ രാജ്യത്തെ വിഴുങ്ങാൻ പോവുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം കരുത്തുറ്റ ഒരു പ്രതിപക്ഷം ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസ് ദേശീയ തലത്തിലുള്ളൊരു പാർട്ടിയാണ്. പക്ഷേ ആ കോൺഗ്രസ് അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാതെ വരുന്ന സമയത്ത് BJP ശക്തമായ മുന്നേറ്റം നടത്തും. ഞാൻ സുരക്ഷിതനല്ല പ്രതിപക്ഷ നിരയിൽ എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ സുരക്ഷിത താവളം തേടി പോകത്തില്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ മമതാ ബാനർജിയിൽ തുടങ്ങിയപ്പോൾ ഋതുഭദ്ര ബാനർജിയുമായി ബന്ധപ്പെട്ടിട്ട് ആരംഭിച്ച ഒരു വിഴുങ്ങൽ നടപടി, ആ വിഴുങ്ങൽ നടപടിയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ നോക്കൂ, ഉദ്ധവ് താക്കറെയുടെ 9 MP മാരുള്ളതാണ്. അതിൽ 6 പേരെയും അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുപോയി. ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം എത്ര ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഞാൻ ആ MP മാരുടെ പേരാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എത്ര ഹീനമായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് ആലോചിച്ച് നോക്കി. കാരണം കേട്ടുകേൾവിയില്ലാത്ത, ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക ഗ്രൂപ്പായി തിരിഞ്ഞ് ഷിൻഡെ വിഭാഗവുമായി ലയിക്കാൻ സ്പീക്കർക്ക് കത്ത് നൽകിയേക്കും. സഞ്ജയ് യാദവ് പർബാനി എന്നുള്ള MP ആണ്. ബാബു സാഹേബ് വക്ചൌരെ, ഷിർദി, സഞ്ജയ് ദേശ്മുഖ്, യവന്മാൽ, നാഗേഷ് പാട്ടീൽ എസ്റ്റികൾ, ഹിങ്കോലി, ഓംരാജ് നിംബാൽക്കർ, ദാരിശിവ്, സഞ്ജയ് പാട്ടീൽ മുംബൈ നോർത്ത്. സഞ്ജയ് പാട്ടീലൊക്കെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തെ വിട്ടിട്ട് പോകുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർട്ടികളിൽ നിന്ന്, പ്രാദേശിക പാർട്ടികളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ന് ഭാരതീയ സമാജ് പാർട്ടി നേതാവും അധ്യക്ഷനുമൊക്കെ ആയിട്ടുള്ള OP രാജ്ഭർ ഒരു വലിയ ആരോപണവുമായിട്ട് ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയിൽ നിന്ന് പിളരാൻ പോകുന്നുവെന്ന്. സമാജ്വാദി പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള രാം ഗോപാൽ യാദവിന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം SP നേതാക്കന്മാർ, MP മാർ ഒക്കെ SP പിളർത്തി മറ്റൊരു പാർട്ടിയിൽ, അതായത് ഈ പറഞ്ഞ ഭാരതീയ സമാജ് പാർട്ടിയിൽ ലയിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മന്ത്രിയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രാദേശിക പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സമാജ്വാദി പാർട്ടിയിൽ ഒരു പ്രശ്നം ഉടലെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കള്ളപ്പണം വെളുപ്പിക്കൽ കൂടാതെ തന്നെ ഗോമതി റിവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം വളരെ ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. EDയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ തങ്ങളുടെ വരുതിയിലാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജിയിൽ തുടങ്ങി ഇന്നിപ്പോൾ ഉദ്ധവ് താക്കറയിലൂടെ SP-യിലെത്തി നിൽക്കുന്നു. ഈ രാജ്യത്തെ ജനാധിപത്യം ഇവിടെ കൊല ചെയ്യപ്പെടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇനി എന്നാണ് സാധിക്കുക? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരവരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകേണ്ടേ?
ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം അവരുടെ കയ്യിലാണ് എന്ന് പറയുമ്പോഴും ഈ ചെറു പാർട്ടികളുടെ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികളുടെ ഒരു വിഷയത്തിലും കാര്യമായിട്ട് കോൺഗ്രസ് ഇടപെടാത്തൊരവസ്ഥയുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിക്കകത്ത് കരുത്തുറ്റ പാർട്ടികൾ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിക്കകത്ത് പാർട്ടികളുള്ളത്. അത് തമിഴ്നാട്ടിൽ നിന്ന് എന്ന് പറയുന്ന സമയത്തും TVK ഇന്ത്യ മുന്നണിയുമായിട്ട് ലയിക്കുമോ എന്നുള്ള കാര്യത്തിന്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിജയ് ഇതുവരെ ഒന്നും പുറത്തു പറഞ്ഞിട്ടില്ല. DMK ആണെങ്കിൽ DMK ആണെങ്കിൽ ഓൾറെഡി ഇന്ത്യ മുന്നണി വിട്ടുകഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ശക്തിയുള്ള പാർട്ടികൾ എത്ര എണ്ണം ഇന്ന് ഇന്ത്യ മുന്നണിക്കകത്തുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. മമതാ ബാനർജി എല്ലാ ശക്തിയും ക്ഷയിച്ചതിന് ശേഷമാണ് അവർ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മാറുന്നത്. മമതാ ബാനർജിയൊക്കെ സംബന്ധിച്ചിട്ട് ഇനി ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർട്ടി പിരിച്ചുവിടുക. തൃണമൂൽ കോൺഗ്രസ്, അത് ഇപ്പം എനിക്കൊന്ന് ഔദ്യോഗികമായിട്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാ പദവികളും അവർക്ക് നഷ്ടപ്പെടും. പൂർണ്ണമായിട്ടും അത് വിമതർ ഔദ്യോഗിക വിഭാഗമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് പശ്ചിമ ബംഗാളിൽ വരാൻ വേണ്ടി പോകുന്നത്. ഈ ഷിൻഡെ അങ്ങനെ തന്നെയാണ് വന്നത്. ഷിൻഡെയും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമതാ ബാനർജിയെ സംബന്ധിച്ചിട്ട് മമതാ ബാനർജിക്ക് തന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ BJPക്ക് സറണ്ടർ ചെയ്യാതെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയം ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ മമതാ ബാനർജി യാതൊരു ഉപാധികളും കൂടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് മാറണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിക്കണം. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തുള്ള മൊണ്ണകൾ ഈ പറഞ്ഞ മമതാ ബാനർജിയെ പോലെയുള്ള ഒരു നേതാവിനെ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ദേശീയ തലത്തിൽ തന്നെ ഉയർത്തി വെക്കാൻ സാധിക്കുന്ന ഒരു ഫേസ് ആണ് അവർ. അപ്പോൾ പലരും ചോദിക്കും, തോറ്റു തുന്നം പാടിക്കിടക്കുന്ന മമതാ ബാനർജിയെ കോൺഗ്രസിൽ കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യമെന്ന്. ഞാൻ പറയട്ടെ, മമതാ ബാനർജി കേരളത്തിൽ വന്നിട്ട് ഈ എറണാകുളം മറൈൻ ഡ്രൈവിൽ ഇറങ്ങി നിന്നാലും അവിടെ 1000 പേര് കൂടും, അവിടെ 1000 പേര് കൂടും. അതിന് ശേഷിയുള്ള ഒരു നേതാവ് ഇന്ന് കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും കഴിഞ്ഞാൽ പിന്നെ ആരാണുള്ളത്? ഇപ്പൊ സച്ചിൻ പൈലറ്റ് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ആളുണ്ടാവും. എന്തിനേറെ പറയുന്നു, ഇലക്ഷൻ സമയത്ത് കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിച്ച ഒരു റാലിയിൽ രാഹുൽ ഗാന്ധി തന്നെ വന്നിട്ട് ജനം ഉണ്ടായിരുന്നു. കാലിയായ കസേരകൾ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടത്താണ് ജനങ്ങളെ ആകർഷിക്കാൻ സാധിക്കുന്ന, ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന മമതാ ബാനർജിയെ പോലെയുള്ള ഒരാളുടെ പ്രസക്തി കോൺഗ്രസിനകത്ത് വർദ്ധിച്ചു വരുന്നത്. അത് കൂടാതെ തന്നെ സമാജ്വാദി പാർട്ടി ഇപ്പോൾ ഈ പറഞ്ഞ OP രാജ്ഭർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അവകാശവാദത്തൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ ഒരു മണ്ഡലത്തിൽ പോലും ഉള്ള പ്രവർത്തകർ ഉള്ള ഒരു പാർട്ടിയല്ല ഈ ഓജ്ഭറിന്റെ എന്ത് പാർട്ടിയാണ് ഭാരതീയ സമാജ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പരിഹസിക്കുമ്പോഴും ഓർത്തു വയ്ക്കുക, കള്ളപ്പണം വെളുപ്പിക്കൽ കേസും അതോടൊപ്പം തന്നെ ഗോമതി റിവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ഇവർക്ക് നേരെ വരികയാണ്, സമാജ്വാദി പാർട്ടിക്ക് നേരെ വരികയാണ്. അവിടെ പലതരം രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകും. ഈ പറഞ്ഞ രാംഗോപാൽ യാദവ് അദ്ദേഹം സമീപിച്ചിരിക്കുന്നത് അമിത്ഷായെയാണ്. അമിത്ഷായുടെ കൈകളിലേക്ക് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് കൃത്യമായ രാഷ്ട്രീയ ധാരണയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ പ്രാദേശികമായി സംഘടനാശേഷിയുള്ള സമാജ്വാദി പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത നീക്കം. ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത്? ആദ്യം തുടങ്ങിയത് തമിഴ്നാട്ടിൽ നിന്ന് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആദ്യം തുടങ്ങിയത് മഹാരാഷ്ട്രയിൽ നിന്നാണെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ആദ്യം തുടങ്ങിയത് ഒഡീഷയിൽ നിന്നാണെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ പാർട്ടിയെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം NCP എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. NCPക്ക് അകത്തുനിന്ന് അജിത് പവാറിനെ വലിച്ചു കൊണ്ടുവന്ന് ആ ഒറിജിനൽ NCP അജിത് പവാറിൻ്റെതാക്കി മാറ്റി. താക്കറെ കുടുംബം വർഷങ്ങളായിട്ട് കൊണ്ടുവന്ന് നടന്നിരുന്ന ശിവസേന എന്ന പാർട്ടിയെ ഇവരെ ശിവസേന ഉദ്ധവാക്കിയിട്ട് ഒറിജിനൽ ശിവസേനയാക്കി ആരെ മാറ്റി? ഏകനാഥ് ഷിൻഡെ മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? ഇപ്പോൾ അവശേഷിക്കുന്ന 9 MP-മാരിൽ 6 പേരെ കൂടി തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചില്ലേ? ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രാദേശിക പാർട്ടികളെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായിട്ട് പരിശോധിക്കാനായിട്ട് കോൺഗ്രസിനൊരു നേതൃത്വം ഉണ്ടോ ഇന്ത്യയിൽ? ഇവിടുത്തെ സെക്യുലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് മൈൻഡുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകളെല്ലാം ഉറക്കെ ചോദിക്കുകയാണ്, കോൺഗ്രസ് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത്? ഇപ്പൊ ഈ CJP പോലുള്ള സാധനങ്ങളുടെ വളർച്ച സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോഴും പോരാടാൻ മനസ്സുള്ള ഒരു ജനവിഭാഗം ഉണ്ട്. പക്ഷെ അവർക്കൊരു സ്പേസ് കോൺഗ്രസ് കൊടുക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആരാണെന്ന് ഇപ്പൊ എത്ര പേർക്കറിയാം? ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടിരുന്ന ശ്രീനിവാസിനെ എല്ലാവർക്കും അറിയാം.
അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഡൽഹിയിൽ കാട്ടിക്കൂട്ടുമായിരുന്നു. ദേശീയ മാധ്യമങ്ങളിൽ അദ്ദേഹം വരാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? എനിക്കറിയില്ല. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മാത്രമേ ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. നേരത്തെ അങ്ങനെയായിരുന്നോ? എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇരുന്ന ഒരു പദവിയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത്. അവിടെ ഇന്ന് ഏത് മൊണ്ണയാണ് ഇരിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയുമോ? ഇല്ലല്ലോ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ സംസ്ഥാനത്തും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ, പ്രാദേശിക പാർട്ടികളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരെ ഏതെങ്കിലുമൊക്കെ ഘടകകക്ഷികളുടെ ഭാഗമാക്കി മാറ്റി NDA സഖ്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ പാർട്ടികളെയും വലിച്ചെടുത്തുകൊണ്ടുവന്ന് എവിടെ വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. NDA സഖ്യത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി പോവുകയാണ്. നാളെ കേരളത്തിലെ പല ചെറു പാർട്ടികളെ, നാളെ കേരളത്തിലെ ചെറു പാർട്ടികളെയല്ല, നാളെ കേരളത്തിലെ കോൺഗ്രസിനകത്തേക്ക് തന്നെ BJP ലക്ഷ്യങ്ങൾ വെക്കും. സംശയങ്ങളൊന്നും വേണ്ട. കോൺഗ്രസിന് കേരളത്തിലും ദേശീയ തലത്തിലും ഇപ്പോഴും ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയനാണ്. ആലോചിച്ച് നോക്കൂ. നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച രാഹുൽ ഗാന്ധി എനിക്ക് പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ എന്താണ്? പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ദേശീയ തലത്തിൽ പ്രാദേശിക പാർട്ടികളെ ED കാട്ടി ഭീഷണിപ്പെടുത്തി ഇല്ലായ്മ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല. ഇന്ത്യ സഖ്യത്തിന് പുറത്തുള്ളതായിരിക്കാം SP, എന്നാൽ കോൺഗ്രസുമായിട്ട് നേരത്തെ സഖ്യത്തിലുണ്ടായിരുന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്കുണ്ടാവുന്ന തകർച്ച മതേതര ചേരിക്കുണ്ടാവുന്ന തകർച്ചയാണ് എന്ന് കണ്ടുകൊണ്ട് അതിനെ നിശിതമായി വിമർശിക്കാൻ, അല്ലെങ്കിൽ ആ SP-യുടെ ആത്മധൈര്യം അവർക്ക് പകർന്നു നൽകുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല? വലിയൊരു സുവർണ അവസരമല്ലേ ഇത്? ചെറിയ ചെറിയ പ്രാദേശിക പാർട്ടികളെ പിളർത്തിയും അല്ലാതെയും ഒക്കെ ഇല്ലാണ്ടാക്കാൻ BJP ശ്രമിക്കുമ്പോൾ തങ്ങൾ ശക്തമായി തന്നെ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയാനുള്ളൊരു ധൈര്യം എന്താണ് രാഹുൽ ഗാന്ധി കാണിക്കാത്തത്? അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനം കാണിക്കാത്തത് എന്താണ്? അതൊന്ന് പറഞ്ഞു തരേണ്ടതല്ലേ? SP കഴിഞ്ഞാൽ അടുത്തതായിട്ട് ലക്ഷ്യം വെക്കുന്ന പാർട്ടി ഏതായിരിക്കും? RJD ആയിരിക്കും. RJD തന്നെയായിരിക്കും അടുത്തത് ലക്ഷ്യം വെക്കാൻ വേണ്ടി പോകുന്നത്. കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തം നിറവേറ്റാതെ രാഷ്ട്രീയത്തിൽ നിന്നും ഒളിച്ചു ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയം അവർ പറയുന്നില്ല. കോൺഗ്രസ് രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങണം. കോൺഗ്രസ് കൃത്യമായിട്ട് പ്രതിപക്ഷ കക്ഷികളെ ഏകോപിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പ്രധാനമായും ചെയ്യുന്നൊരു ജോലി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഭരണം കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ ഭരണം കിട്ടിയ സമയത്ത് ഇവിടെയുള്ള കോർപ്പറേഷൻ ചെയർമാൻമാരെ ആരെയാക്കണം, ബോർഡ് ചെയർമാൻമാരെ ആരെയാക്കണം എന്നുള്ള ചർച്ചയുമായിട്ട് നടക്കുകയാണ്. എന്നാൽ ആദ്യം കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് എന്താണ്? കേരളത്തിലൊരു KPCC പ്രസിഡന്റിനെ കൊടുക്കുകയാണ് വേണ്ടത്. ആക്ട് ചെയ്യാൻ പറ്റുന്നൊരു KPCC പ്രസിഡന്റിനെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതുപോലും ചെയ്യുന്നില്ലല്ലോ. അതുപോലും ചെയ്യാതെ കേരളത്തിലെ കോർപ്പറേഷൻ ബോർഡ് ചെയർമാൻമാരെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ദീപാദാസ് മുൻഷിയെ കേരളത്തിലേക്ക് അയക്കുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി കേരളത്തിലെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം നമുക്ക് ദേശീയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം എന്ന് പറയുന്ന മണ്ടത്തരം അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ലേ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അടുത്ത ടൈമിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി മിക്കവാറും കേരളത്തിൽ മാത്രമായിട്ട് കോൺഗ്രസ് ഓടും. അതിന് സംശയം എന്താ ഉള്ളത്? കർണാടകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കിക്കോളൂ. കർണാടകത്തിൽ എന്തുകൊണ്ടാണ് MLC തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് MLA-മാരെ എല്ലാം റിസോർട്ടിലേക്ക് മാറ്റേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്? അതായത് ആർജവത്തോടുകൂടി തങ്ങളുടെ MLA-മാർ തങ്ങളുടെ MLC-മാർക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഒരു ധൈര്യമില്ലാത്തത് കൊണ്ടാണ് മാറ്റിയിരിക്കുന്നത്. റിസോർട്ട് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുപോയില്ലേ? രേവന്ത് റെഡ്ഡി ഉടനെ BJP ചേരുന്ന അവിടുത്തെ BJP അധ്യക്ഷൻ പോലും പറഞ്ഞിട്ടുണ്ട്. അല്ല, രേവന്ത് റെഡ്ഡി നേരത്തെ RSS-കാരനായിരുന്നല്ലോ, BJP-കാരനായിരുന്നല്ലോ. ആ BJP-യിൽ നിന്നുള്ള അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്പേസിലൂടെ തന്നെ അദ്ദേഹം BJP-യിലേക്ക് മടങ്ങും. കാരണം രേവന്ത് റെഡ്ഡി ഉപയോഗിച്ച് തന്നെ BJP-ക്ക് തെലങ്കാന പിടിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും BJP-ക്ക് തെലങ്കാന പിടിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അത് തമിഴ്നാട് പിടിക്കാനും സാധിക്കത്തില്ല. ഇപ്പോൾ അണ്ണാമല ഇറക്കിയിരിക്കുന്നത് കണ്ടില്ലേ തമിഴ്നാട്ടിൽ? അണ്ണാമല എന്തിനാണ് ഇറക്കിയിരിക്കുന്നത്? ഏറിയാൽ ഒരു വർഷം അതിനുള്ളിൽ ഈ പറഞ്ഞ വിജയുടെ പാർട്ടി നടുവേ പിളരും. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ദേശീയ തലത്തിൽ BJP പ്രാദേശിക പാർട്ടികളെ പിളർത്തിക്കൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൊല വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ, ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കണം. അതല്ലെങ്കിൽ മതേതര മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണി എന്നൊന്ന് ഇന്ത്യയിൽ ഇല്ലാത്ത അവസ്ഥ വരും എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ നമുക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളൂ.